بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أفضل المخلوقين وعلى كل الصحابة أجمعين أما بعد اللهم صل على سيدنا محمد الفاتح لما غلق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على النور وآله صلاة تجعل كلامي ملهما نافعا വഹുവ തവാഫുൽ വദാഇ വാജിബുൻ വാജിബാണ് യുജ്ബറു തർക്കുഹു ബിദമിൻ ദമ് കൊണ്ട് ഇതിൻ്റെ തർക്കിനെ പരിഹരിക്കപ്പെടണം വുജൂബൻ നിർബന്ധമായും പരിഹരിക്കപ്പെടണം എന്ന് വഫിയ കൗലിൻ വേറൊരു കൗലിലുണ്ട് സുന്നത്തുൻ ലാ യുജ്ബറു അത് ജബർ ചെയ്യപ്പെടാൻ പറ്റുകയില്ലാത്ത സുന്നത്താണെന്നുണ്ട് ഐ ലാ യജിബു ജബറുഹു ജബർ ഉജൂബില്ലാത്ത ഒന്നാണ് വലാക്കിൻ ഇസ്തഹബ്ബു അപ്പോൾ സുന്നത്താണ് എന്നുള്ള കൗല് പ്രകാരം തവാഫുൽ വദാ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ജബർ ചെയ്യൽ എന്തുണ്ട് സുന്നത്തുണ്ട് അപ്പോൾ ഫൈൻ ഔജബിനാഹു നാം അതിനെ നിർബന്ധമാക്കിയാൽ അത് ഉജൂബാണെന്ന് പറഞ്ഞു അങ്ങനെ ഫഹറജ അവൻ പുറപ്പെട്ടു ബിലാ വദാ ഇൻ തവാഫിൻ്റെ വദാ ചെയ്യാതെ അങ്ങനെ ഫാദ ഖബല മസാഫത്തിൽ ഖസുരി മസാഫത്തുൽ ഖസറിന് മുമ്പായിട്ട് എന്ത് ചെയ്തു എന്നിട്ട് മടങ്ങുകയും ചെയ്തു തവാഫും ചെയ്താൽ സഖത്തദ്ദമു അവനെ തൊട്ട് ദം എന്തായി പോവും ദം സാഖത്തായി പോവും അത് ഏതുപോലെ നീലൊരു മസല കമാലോ ജാവസൽ മീക്കാത്ത് ഗൈറു മുഹരിമിൻ മുഹരിമല്ലാത്ത ഒരാൾ മീക്കാത്ത് വിട്ടു കടന്നു സുമ്മാ അതയിലേഹി പിന്നെ അതിലേക്ക് മടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എന്തില്ല ദമില്ലാത്തതുപോലെ ഇവിടെ മസാഫത്തുൽ ഖസറാണ് ഇവിടെ നോട്ടം അതാണ് അവിടുത്തെ കൈത് അല്ലെങ്കിൽ ആദ ഇലൈഹി ബാദഹ അല്ലെങ്കിൽ എന്തു ചെയ്തു ബാദ മസാഫത്തുൽ ഖസറും മസാഫത്തുൽ ഖസറിൻ്റെ ശേഷം എന്ത് ചെയ്തു മടങ്ങി തവാഫും ചെയ്താൽ ഫലാസ്കുത്തു ദമെന്താവില്ല സാക്കിത്താവില്ല മസാഫത്തുൽ ഖസർ വിട്ടു വിരിഞ്ഞത് കൊണ്ട് അവൻ എന്ത് ചെയ്യണം ദമ കൊടുക്കണം അല സഹീഹ് ലിസ്തിഖ്റാറിഹി ആ വിട്ട് കടക്കലോടുകൂടെ തന്നെ അവിടെ എന്ത് ചെയ്തിക്കണേ അവൻ്റെ ദിമ്മത്തിൽ അത് മുസ്തഖറായിക്കണ് സാനി പറയാ സ്വഹീഹിൻ്റെ സാനി പറയാ യസ് കുദ്വകൽ ഹാലത്തിലൂല അത് ഒന്നാമത്തെ അവസ്ഥ പോലെ ഒന്നാമത്തത് സാഫത്തിന് മുമ്പ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അത് പിന്നെ സാക്കിത്താവ് എന്ന് പറഞ്ഞല്ലോ അതുപോലെ എന്ത് ചെയ്യും സാക്കിത്താവ് എന്ന് പറഞ്ഞു വജിബുൽ ഔദു ഫിഹ ഇതിൽ ഔദ് നിർബന്ധമാണ് വലാജിബു ഫിസാനിയത്തി രണ്ടാമത്തതിൽ എന്തില്ല ഇത് നിർബന്ധമില്ല രണ്ടാമത്തെ പറഞ്ഞാൽ മസാഫത്തുൽ ഖസറിൻ്റെ ശേഷമുള്ളിൽ പിന്നെ അതെന്താവില്ല ഔദ് എന്തല്ല നിർബന്ധമല്ല വേറെ വലിൽ ഹായിലെ ഹൈലുഹാരിക്ക് അനുവദനീയമാണ് നഫുറു ബിലാ തവാഫി വദാഇൻ വദാഇൻ്റെ തവാഫ് കൂടാതെ ഹൈലുഹാരിക്ക് എന്താക്കാം നഫുർ പറ്റും റവ ഷെയ്ഖാനി അനിബിൻ അബ്ബാസിൻ റളിയല്ലാഹു അൻഹു അന്നഹു ഖാല അമറ الناس أن يكون آخر عهدهم بالبيت ഹജ്ജിൻ്റെ കർമ്മങ്ങൾക്ക് വന്ന ജനങ്ങളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചു അവരുടെ ആഖിർ അഹദ് ബൈത്തിനോടാവണം അത് തവാഫ് ചെയ്തുകൊണ്ടാവണമെന്ന് പറഞ്ഞു ഇല്ല അന്നഹു ഖഫഫനിൽ മർഅത്തി അൽ ഹൈലി ഹൈലു ആരിക്ക് നബി തങ്ങൾ ഇളവ് കൊടുത്തു അപ്പോൾ ഫലോ തൊഹറത്ത് ഖബല മുഫാറക്കത്തി ഖുത്തത്തി മക്കയുടെ ആ ഒരു ഏരിയ വിട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് അവൾ ശുദ്ധിയുള്ളവരായി കഴിഞ്ഞാൽ ലസിമഹൽ ഔദു വ തവാഫു മടങ്ങലും തവാഫൊക്കെ ഓൾക്ക് നിർബന്ധ ഔ ബഅദഹ അല്ലെങ്കിൽ ഖുത്തത്തു മക്കയുടെ ആ ഏരിയയെ മറികടന്നതിൻ്റെ ശേഷമാണ് അവൾ ത്വാഹിറായതെങ്കിലും അവൾക്ക് മടങ്ങൽ നിർബന്ധമില്ല വനുഫസാഉ കൽ ഹൈൽ ഫി ദാലിക വിഷയത്തിൽ നിഫാസുകാരി ഹൈലുകാരിയെ പോലെയാണ് ദക്റഹു ഫി ശറഹിൽ മുഹദ്ദബ് വൈസുന്ന സുന്നത്താക്കപ്പെടും ഷുറുബ് മാഇ സംസമിൽ ഇത്തിബാ അള്ളാഹു നമുക്ക് തുണ നൽകട്ടെ അവിടെ ചെന്ന് കുടിക്കാൻ റവാഹു ഷെയ്ഖാനി റവാ മുസ്ലിമുൻ ഹദീസ ഇന്നഹ മുബാറക്കത്തുൻ അത് ഖൈറും ബറക്കത്തും അധികരിച്ചതാണത് മുബാറക്കത്താണത് ഇന്നഹ ത്വആമു തുഅമിൻ അത് രുചിയുടെ ഭക്ഷണമാണ് റവാ സാദ അബൂദാവൂദ് ത്വയാലിസി ഫി മുസ്നദിഹി വശിഫാഉ സുഖമിൻ രോഗങ്ങൾക്കുള്ള മരുന്നുമാണെന്ന് പിന്നെ എന്തും സുന്നത്താണ് വസിയാറത്തു ഖബരിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തആല നമുക്ക് തുണ നൽകട്ടെ ബഅദ ഫറാഗിൽ ഹജ്ജിൽ നിന്ന് വിരമിച്ചതിൻ്റെ ശേഷം സിയാറത്ത്
ഫഫി ഹദീസിൻ മൻ ഹജ്ജ, വല്ലവനും ഹജ്ജ് ചെയ്തു, ഫലം യസുർനീ, അവൻ എന്നെ സിയാറത്ത് ചെയ്തിട്ടുമില്ല എങ്കിൽ ഫഖദ് ജഫാനി, അവൻ എന്നോട് പിണങ്ങിയിട്ടുണ്ട്. റവാഹു ഇബ്നു അദിയും ഫിൽ കാമിലി വഗൈരി വറവ ദാറഖുത്നി വഗൈറുഹു മൻ സാറ ഖബരി, വല്ലവനും എൻ്റെ ഖബർ സിയാറത്ത് ചെയ്താൽ വജബത്ത് ലഹു ഷഫാഅത്തി, എൻ്റെ ഷഫാഅത്ത് അവനക്ക് വുജൂബായി എന്നാണ് പറഞ്ഞത്. അപ്പോൾ മഫ്ഹൂമുഹു, ഈ പറഞ്ഞ ഹദീസിൻ്റെ മഫ്ഹൂമ് അന്നഹ, ഈ ഷഫാഅത്ത് തജൂസു ലിഗൈരി സാഇരിഹി, നബിയെ സിയാറത്ത് ചെയ്യാത്ത ആളിനൊക്കെ ജായിസാണ്, അവനക്ക് എന്തില്ല, അവനക്ക് ഹറാമില്ല. നബി തങ്ങൾ സിയാറത്ത് ചെയ്യാത്ത ഒരാൾക്ക് ഷഫാഅത്ത് ചെയ്തു എന്നുള്ളത് ജവാസാണ്. എന്നാൽ സിയാറത്ത് ചെയ്തവൻക്ക് അത് നബിതങ്ങൾ ശുപാർശ ചെയ്യുക എന്നുള്ളത് നബിതങ്ങളുടെ മേൽ നിർബന്ധമായി എന്നുള്ളതാണ് ഇതിനെ മഫ്ഹൂം. നമ്മൾ പറഞ്ഞ എന്തായാലും കിട്ടും എന്നൊരർത്ഥത്തിനൊക്കെ ആയിരിക്കും നമ്മൾ മുമ്പൊക്കെ കൈകാര്യം ചെയ്തിരുന്നത്. എന്നാൽ ഈ ഭാരത്ത് പ്രകാരം ഫുഖഹാദിന് മഫ്ഹൂം കൊടുത്ത പ്രകാരം അതെന്താണ്, നമ്മളാ പറയുന്ന ആ വുജൂബ് തന്നെയാണ് ഉള്ളത്. മാഷാ അല്ലാഹ്. വഫി ഷറഹിൽ മുഹദ്ദബി, ഷറഹുൽ മുഹദ്ദബിലുണ്ട് സിയാറത്തു ഖബരി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ അഹമ്മിൽ ഖുർബാത്ത്, ഖുർബുകളിൽ വെച്ചിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. സുബ്ഹാനല്ലാഹ്. ഖുർബാത്ത്സ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലേക്ക് അടുക്കുന്ന, ആരാധന കൂലി കിട്ടുന്ന, നേർച്ചയാക്കാനൊക്കെ പറ്റുന്ന ഇതൊക്കെയാണ് നമ്മൾ ഖുർബത്ത് എന്നൊക്കെ പറഞ്ഞിരുന്നത്. അതിൻ്റെ ജമ്മാണ് ഖുർബാത്ത്സ്. ആ ഖുർബാത്തിലെ അഹമ്മുൽ ഖുർബാത്താണ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് തിരുനബി അവറുകൾ സിയാറത്ത് ചെയ്യൽ. അപ്പോൾ ഫഇദൻ സറഫൽ ഹാജു, ഹാജിമാരും വൽ മുഅ്തമിറൂന, ഉംറക്കാരും ഈ മക്കയിൽ നിന്ന് അവരൊക്കെ പിരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഇസ്തിഹിബ്ബ ലഹും ഇസ്തിഹ്ബാബൻ മുതഅക്കദ, തഅക്കുദായ സുന്നത്തുണ്ട്, അയതവജ്ജഹു ലിൽ മദീന, മദീനയിലേക്ക് അവർ തിരിയൽ, ലിസിയാറത്തിഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ, തങ്ങളെ സിയാറത്ത് ചെയ്യാൻ. അങ്ങനെ വല്ലുക്സിറുൽ മുതവജ്ജിഹു ഇലൈഹാ, സിയാറത്തിലേക്ക് തിരിയുന്നവൻ അധികരിപ്പിച്ചു കൊള്ളട്ടെ, ഫീ ത്വരീഖിഹി, തൻ്റെ വഴിയിൽ, മിനസ്വലാത്തി വത്തസ്ലീമി അലൈഹി, തിരുനബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലലും വത്തസ്ലീം, സലാം പറയലും, തസ്ലീമിന് സമർപ്പിക്കുക, ഡെഡിക്കേറ്റ് ചെയ്യാന്നൊക്കെ ഉള്ള അർത്ഥമുണ്ട് ചിലയിടങ്ങളിലൊക്കെ. ഇന്നല്ലാഹ മലായികതു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ, അവിടെ എന്ത് പറഞ്ഞിട്ടുണ്ട്, അത് സമർപ്പിക്കുക എന്നുള്ള അർത്ഥം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ സ്വലാത്ത് എന്നുള്ളത് എനിക്ക് പിന്നെ സലാം എന്ന് പറഞ്ഞാൽ പോരെ, മിനസ്വലാത്തി വസ്സലാമി അലൈഹി എന്ന് പറഞ്ഞാൽ പോരെ, ഇല്ല. അപ്പോൾ അവിടെ തന്നെ തസ്ലീം എന്ന അർത്ഥത്തിന് സല്ലമ സല്ലിമു തസ്ലീമിന് അർത്ഥം കൊടുത്തതിന് എന്താണ്, സല്ലമ സല്ലിമു സലാമും അതിൻ്റെ മസ്തറായി വരുമല്ലോ. അപ്പോൾ ചില മുഫസ്സിറുകളൊക്കെ അതിന് പറഞ്ഞതിന് സലാം പറയുക എന്നുള്ളതല്ല, നമ്മൾ ആരെ ഏൽപ്പിച്ചു കൊടുക്കുക, മുത്തുനബിക്ക് അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുക്കുക എന്നൊരർത്ഥം തസ്ലീമിനുണ്ട്. വസീദു മിൻഹുമാ ഇദാ അബ്സറ അശ്ജാറഹ മസല, വസീദു മിൻഹുമാ, സ്വലാത്തും സലാമും ഒക്കെ അധികരിപ്പിച്ചു കൊണ്ടേയിരിക്കണം. ഇദാ അബ്സറ അശ്ജാറഹ, മദീനയുടെ മരങ്ങളെ കാണുമ്പോൾ, മസലൻ മരങ്ങൾ എന്നുള്ളത് മസല്. അപ്പോൾ മദീനയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാതും കാണുന്ന സമയത്ത് ഓർമ്മകൾ മനസ്സിലേക്ക് തികട്ടി വരണം. ഹബീബായ തങ്ങളുടെ പാവനമായ സ്മരണ നമുക്ക് മുന്നിൽ വരണം. ദോഷികളും പാപികളുമായ നമുക്കും ഹബീബായ തങ്ങൾ ശഫാഅത്ത് ചെയ്യുമെന്നുള്ള ബോധത്തോടുകൂടെ, ഹബീബിനോട് കടമ നിർവഹിക്കുന്നതിൽ വീഴ്ച വരുത്തിയവനാണെന്നുള്ള ചിന്തയോടുകൂടെ, നമുക്കെല്ലാ അനുഗ്രഹങ്ങൾക്കും കേദാരമായി വർത്തിച്ചത് ഹബീബാണ്, എന്നിട്ടും നമുക്കതിന് തിരുനബിയോർകളോട് തിരിച്ചു വെക്കാനുള്ളൊരു മനസ്സില്ല എന്നുള്ള ബോധത്തോടുകൂടെ, കുറ്റബോധത്തോടുകൂടെ ഹബീബുമായി ബന്ധപ്പെട്ടെല്ലാം കാണുന്ന സമയത്ത് മനസ്സിൻ്റെ ഉള്ളകത്ത് നിന്ന് സ്വലാത്തും സ്വലാമും ഉദിക്കട്ടെ. വയുസ്തഹബ്ബു യഗ്സില ഖബല ദുഖൂലിഹി, അവിടെ പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് കുളിക്കൽ സുന്നത്തുണ്ട്. വയൽബസ അൻളഫ സിയാബിഹി, തൻ്റെ വസ്ത്രത്തിൽ വെച്ചിട്ട് ഏറ്റവും വൃത്തിയുള്ളത് ധരിക്കണം. ഫൈദാ ദഖലൽ മസ്ജിദ, മസ്ജിദിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഖസദ റൗള, റൗളയെ ഉദ്ദേശിച്ച് പുറപ്പെടണം. വഹിയമാ ബൈനൽ ഖബരി വൽ മിംബരി, ഖബറിൻ്റെയും മിംബറിൻ്റെയും ഇടയിലുള്ള സ്ഥലമാണ് റൗള.
ഫൈസ്വല്ലി തഹിയത്തൽ മസ്ജിദ് ബി ജംബിൽ മിമ്പരി, മിമ്പറിൻ്റെ പരിസരത്ത് നിന്നുകൊണ്ട് തഹിയത്ത് നിസ്കരിക്കണം. സുമ്മയത്തിൽ ഖബറ, പിന്നെ പരിശുദ്ധമായ ഖബർ ഷരീഫിൻ്റെ അരികിലേക്ക് ചെല്ലണം. വസ്തഖ്ബിലു റഅസ, തിരുനബിയുടെ റഅസിൻ്റെ ഭാഗത്ത് നിൽക്കണം. വസ്തദ്ബിറുൽ ഖിബിലത, ഖിബിലയിലേക്ക് മുസ്തദ്ബിറായിട്ട് നിൽക്കണം. അത് ഖിബിലത്തുൽ ഖിബിലയാണ്. മഹാന്മാരൊക്കെ അത് പറഞ്ഞിട്ടുണ്ടല്ലോ. കഅബ ഖിബിലയാണെങ്കിൽ കഅബയെ കാണിച്ചു തന്നത് മുത്തുനബിയാണ്. അത് ഖിബിലത്തുൽ ഖിബിലയാണ്. അപ്പോൾ ഖിബിലത്തുൽ ഖിബിലയിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് ഖിബിലയിലേക്ക് പിന്തിരിഞ്ഞു നിൽക്കണം. അതൊരിക്കലും നിസ്സാരപ്പെടുത്തലല്ല കഅബയെ. വയബഉദു മിൻഹു നഹ്വ അർബഅതി അദ്റുഇൻ, അതിൽ നിന്ന് തിരുനബിയുടെ അരികിൽ നിന്ന് ഒരു 4 മുഴം അകന്നു നിൽക്കണം. ഫയഖിഫു നാളിറൻ ഇലാ അസ്ഫലി മാ അസ്തഖ്ബിലുഹു ഫി മഖാമിൽ ഹൈബത്തി വൽ ഇജ്ലാൽ, മഹത്വത്തിൻ്റെയും ഗാംഭീര്യത്തിൻ്റെയും മഖാമിൽ അവൻ്റെ മുന്നിലുള്ളതിൻ്റെ ഏറ്റവും താഴ്ന്ന ഭാഗത്തേക്ക് നോക്കിക്കൊണ്ട് അവൻ നിൽക്കണം. വിനയാന്വിതനായിട്ടാണ് അവൻ അവിടെ നിൽക്കേണ്ടത്. ഫാരിഗൽ ഖൽബി മിൻ അലായിഖി ദുനിയ, ദുനിയാവിൻ്റെ ഭൗതികമായ എല്ലാ കെട്ടുപാടുകളിൽ നിന്ന്, ബന്ധങ്ങളിൽ നിന്ന്, ചിന്തകളിൽ നിന്നൊക്കെ ഹൃദയത്തെ ഒഴിവാക്കിക്കൊണ്ട് ഫോട്ടോ എടുക്കാനോ അഭിമാനപൂർവ്വം ഇവിടെ ഒന്ന് പറയാനോ തൻ്റെ ആഗ്രഹങ്ങൾ പൂവണിഞ്ഞെന്നോ ഇങ്ങനൊന്നും മനസ്സിലേക്കൊരു ചിന്ത പോലും വരാതെ തീർത്തും ആത്മീയമായ പരിശുദ്ധിയുടെ പാവനമായ മണ്ണിൽ നിൽക്കണം. വൈസ്വല്ലിമു, സലാം പറയണം. വലാ യർഫഉ സൗതാ, അവൻ്റെ ശബ്ദമുയർത്താൻ പാടില്ല. പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തിരുനബികളെക്കാൾ നിങ്ങൾ ശബ്ദമുയർത്തല്ലേ എന്ന്. അപ്പോൾ അവിടെ ശബ്ദമുയർത്താൻ പാടില്ല. വാഖല്ലു സലാമി അലൈഹി, അവിടത്തേക്ക് പറയേണ്ട സലാമിൽ വെച്ചിട്ട് ഏറ്റവും ചെറിയ രൂപം അസ്സലാമു അലൈക യാ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റവാഹു അബൂ ദാവൂദ് ബിസ്നാദിൻ സഹീഹ് മാ മിൻ അഹദിൻ യുസല്ലിമു അലയ്യ, എൻ്റെ മേൽ സലാം അറിയുന്ന ഒരാളുമില്ല. ഇല്ലാ റദ്ദല്ലാഹു അലയ്യ റൂഹി, അള്ളാഹു എൻ്റെ റൂഹിനെ മടക്കി തന്നിട്ടല്ലാതെ. ഹത്താ റുദ്ദ അലൈഹിസ്സലാം, ഞാൻ സലാം അടക്കുന്നത് വരെ. സുമ്മ യതഅഖറു, പിന്നെ ഒന്ന് പിന്നോട്ട് നിൽക്കണം. ഇലാ സൗബി യമീനിഹി, അവൻ്റെ വലതുവശത്തിൻ്റെ ഭാഗത്തേക്ക്. ഖദ്റ ദിറാഇൻ, ഒരു മുഴം കണക്കനുസരിച്ച്. അങ്ങനെ ഫൈസ്വല്ലിമു അല അബീ ബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ മേൽ സലാം പറയണം. ഫഇന്ന റഅസഹു, അവിടുത്തെ റഅസ് ഇൻദ മൻകിബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ തങ്ങളുടെ ചുമലിൻ്റെ ഭാഗത്താണ്. ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അഫ്ളലുൽ ബശരി ബഅദൽ അംബിയാ, അംബിയാക്കൾക്കു ശേഷം മനുഷ്യവർഗത്തിൽ വെച്ചിട്ട് ദ ബെസ്റ്റായ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അവിടുത്തേക്ക് സലാം പറയണം. സുമ്മ യതഅഖറു ഖദ്റ ദിറാഇൻ ആഖറ ഫയസ്വല്ലിമു അലാ ഉമർ റളിയല്ലാഹു അൻഹു. സുമ്മ യർജിഉ ഇലാ മൗഖിഫി, പിന്നെ നിന്നിടത്തേക്ക് അവൻ വരണം. അൽ-അവ്വൽ, ഒന്നാമത് നിന്ന മൗഖിഫിലേക്ക് വരണം. ഖുബാലത വജ്ഹി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തിരുനബിയുടെ വജ്ഹിൻ്റെ ഇൻ ഫ്രണ്ടായിട്ട്. വയതവസ്സലു ബിഹി, പിന്നെ അവൻ അവിടെ തവസ്സുൽ നടത്തണം. ഫി ഹഖ്ഖി നഫ്സിഹി, ബഹുമാനപ്പെട്ട ഇമാമിനൽ മഹല്ലി റഹിമഹുള്ളയാണ് തവസ്സുലിനെ കുറിച്ച് പറയുന്നത്. വയതവസ്സലു ബിഹി ഫി ഹഖ്ഖി നഫ്സിഹി, സ്വന്തം വിഷയത്തിൽ അവൻ തവസ്സുൽ നടത്തിക്കൊണ്ട് നബിയോട് എല്ലാം പറഞ്ഞ് നബിയെ വെച്ച് തവസ്സുൽ നടത്തിക്കൊണ്ട് അള്ളാഹുവിനോട് പറയാം. വസ്തശ്ഫിഹു ബിഹി ഇലാ റബ്ബിഹി, അള്ളാഹുവിലേക്ക് നബിയെ സുബ്ഹാനഹു വ തആല ആയ റബ്ബിലേക്ക് നബിയെ ശുപാർശകനാക്കി വെക്കുകയും വേണം. സുമ്മസ്തഖ്ബിലുൽ ഖിബലത, ഖിബലയിലേക്ക് മുൻതിരിയണം. വയദ്ഉ ലിനഫ്സിഹി, അവൻ സ്വയം ദുആ ചെയ്യണം. വമൻ ശാമിനൽ മുസ്ലിമീന, മുസ്ലിമീങ്ങളിൽ നിന്നുള്ള ആളുകൾക്ക് വേണ്ടി അവൻ എന്ത് ചെയ്യണം? ദുആ ചെയ്യണം. ഇൻതഹാ. ഇത് ഈ ഹദീസുമായി ബന്ധപ്പെട്ടുള്ള വിശകലനം അവിടെ കഴിഞ്ഞു. ശറഹുൽ മുഹദ്ദബിൻ്റെ ഖൗലാണ് അവിടെ അവസാനിച്ചത്. ഫസ്ലുൻ അർക്കാനുൽ ഹജ്ജ്,